യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു. ഇന്നലെ പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് സംഭവം. 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. JCB എത്തിച്ച് കെട്ടിടം പൊളിക്കും. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരും. നടരാജ്, അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടം പൊളിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ സ്ഥലത്ത് തുടരുകയാണോ? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പഴയ കെട്ടിടമാണ് ഇന്ന് പുലർച്ചയോടുകൂടി തകർന്നു വീണത്. കൊടകര ജംഗ്ഷന് സമീപമാണ് അപകടം. ഇന്നലെ ശക്തമായ മഴയാണ് ജില്ലയിൽ പെയ്തത്. കൊടകര ഉൾപ്പെടെയുള്ള മേഖലകൾ, കൊടകര ചാലക്കുടി, പുതുക്കാട് ഉൾപ്പെടെയുള്ള മേഖലകൾ, ദേശീയപാത ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ ഇന്നലെ പെയ്തിരുന്നു. ശക്തമായ മഴയിലാണ് ഈ പഴയ കെട്ടിടം കുതിർന്ന് തകർന്നു വീണത് എന്നാണ് പറയുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്ന പോലെ കെട്ടിടം വളരെ കെട്ടിടത്തിന്റെ വലിയൊരു ഭാഗവും നിലംപൊത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം, 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിലാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പുറത്തു വന്ന തൊഴിലാളികൾ പറയുന്നത്. ഏതാണ്ട് 17ഓളം ആളുകൾ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു. ചിലർ രാവിലെ തന്നെ ജോലിക്ക് പോയി. മറ്റു ചിലരാണ് കെട്ടിടം പൊളിയുന്ന കാര്യം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ പുറത്തോട്ട് ചാടുകയും രക്ഷപ്പെടുകയും ചെയ്തത്. ഇവരാണ് 3 പേർ അകത്തുണ്ട് എന്ന കാര്യം അറിയിച്ചത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. കെട്ടിടം പൂർണ്ണമായി പൊളിച്ചുകൊണ്ട് കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും ഇത്തരത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 3 തൊഴിലാളികൾ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണുള്ളത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ രക്ഷാപ്രവർത്തനം കൊടകരയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കൊടകര സെന്ററിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം. നടരാജ്, ഇത് പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നോ? പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചിലർ അതിന് 40 വർഷത്തിനടക്കം പഴക്കമുണ്ട്, 40 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പഴക്കം ചെന്ന കെട്ടിടം തന്നെയാണ്. സ്വാഭാവികമായും തുടർച്ചയായ മഴ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടാക്കിയിരിക്കാൻ സാധ്യതയുണ്ട്. മഴയിൽ മണ്ണ് കുതിർന്നിരിക്കാനും കെട്ടിടം പൂർണ്ണമായും നിലംപൊത്താനുമുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 40 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികൃതർ എത്ര വർഷത്തെ പഴക്കമുണ്ട് കെട്ടിടത്തിന് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം സജീവമായി തുടരുകയാണ്. 3 പേർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടരാജ്, ആകെ 17 പേരാണോ ഇതിൽ താമസിച്ചിരുന്നത്? അതെ, ദേശീയപാതയ്ക്ക് സമീപമുള്ള സ്ഥലമാണ്. ഈ ഭാഗത്ത് നിന്നും പല ഭാഗങ്ങളിലേക്ക് തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത് പതിവാണ്. ഇവരൊക്കെ തന്നെ ദേശീയപാതയ്ക്ക് സമീപം ജോലി കാത്തു നിൽക്കുന്നതും ആവശ്യക്കാർ ഇവരെ പല ജോലികൾക്കായി കൊണ്ടുപോകുന്നു എന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇവർ 17 പേർ ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൽ താമസിച്ച് വന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായി കെട്ടിടത്തിൽ ആളുകൾ കുറവായിരുന്നു. ഇന്നലെയും ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. പുലർച്ചോടുകൂടി തകർന്നു വീഴുമ്പോൾ ചിലർ ഇറങ്ങി ഓടി, ചിലർ ചാടി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പിന്നീടാണ് പുറത്തു വന്നവർ പോലീസിനോട് ഇത്തരത്തിൽ 3 പേര് ഇതിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, അവരുടെ വിവരമൊന്നുമില്ല എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 17 പേരുണ്ടായിരുന്നു. 14ഓളം പേർ ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പലരും പുറത്തെത്തിയിട്ടുണ്ട്. 3 പേരെ കുറിച്ച് വിവരങ്ങളില്ല. ഇവർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് സംശയം. നടരാജ്, ഈ പുലർച്ചെ സമയമുള്ള അപകടമായതുകൊണ്ട് തന്നെ മറ്റുള്ള ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ അങ്ങനെ കുടുങ്ങിയിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലേ? തീർച്ചയായും പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന രീതിയിലാണ് കാണുന്നത്. ചില ഭാഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉറങ്ങുന്ന സമയമായിരുന്നിരിക്കണം. സ്വാഭാവികമായും കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലരെങ്കിലും അറിഞ്ഞവർ ഒച്ച വെച്ചും ബഹളം വെച്ചും ഒക്കെ തന്നെയാണ് പുറത്തേക്ക് ഓടിയതും ചാടിയതും. അവർ പുറത്ത് സുരക്ഷിതരായി എത്തിയിട്ടുണ്ട്. പക്ഷേ 3 പേരെ കുറിച്ച് വിവരമൊന്നുമില്ല. രക്ഷാപ്രവർത്തനം സജീവമായി തുടരുന്നതായി പഞ്ചായത്ത് അധികൃതരും പോലീസും ഫയർഫോഴ്സും നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്തായാലും 3 പേർക്കായുള്ള തിരച്ചിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.